യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 9-ാം തിരുവചനം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ലോകരക്ഷകനായി വരുന്ന യേശുക്രിസ്തു, ദൈവപുത്രനായ ഈശോ എങ്ങനെയുള്ള മരണമായിരിക്കും ഭരിക്കുന്നതെന്നും അവന് എവിടെയാണ് സംസ്കരിക്കപ്പെടുന്നതെന്നും യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ലോകത്തോട് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. ദൈവപുത്രനായിട്ട് കൂടി ദൈവം തന്നെയായി വന്ന മനുഷ്യനായി വന്ന യേശുക്രിസ്തു ഒരു അതിക്രമവും ഈ ഭൂമിയിൽ ചെയ്തില്ല. യേശുവിൻ്റെ വായിൽ നിന്ന് ഒരു വഞ്ചന പോലും പുറപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും യേശുവിനെ സംസ്കരിക്കപ്പെട്ടത് ദുഷ്ടരുടെയും ധനികരുടെയും ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ്. കാരണം എങ്ങനെ മരിക്കണമെന്നും എങ്ങനെ സംസ്കരിക്കപ്പെടണമെന്നും അതിനുശേഷം എന്താണ് നടക്കേണ്ടതെന്നും സർവശക്തനായ ദൈവത്തിനൊരു ഹിതമുണ്ടായിരുന്നു. ആ ഹിതം ദൈവപുത്രനായിട്ട് പോലും മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അവസ്ഥ ഇതായിരുന്നു ദൈവത്തിൻ്റെ മുന്നിൽ എങ്കിൽ, പാപികളും ബലഹീനരുമായ വെറും നിസ്സാരരായ മനുഷ്യരായ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. ആ ഹിതമനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സഹനത്തിൽപ്പെടുമ്പോൾ, രോഗാവസ്ഥയിൽപ്പെടുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്നും ഈ അവസ്ഥ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമനുസരിച്ചുള്ള നല്ലൊരു അവസ്ഥ ഉണ്ടാകുമെന്നും ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തോടൊപ്പം നടക്കുവാനുള്ള കൃപ നമ്മൾ നേടണം. ഒരാട്ടിടയനെ പിന്തുടരുന്ന ആടുകളെ പോലെ നമ്മുടെ മുൻപേ നടക്കുന്ന യേശുവിനെ പിന്തുടരുവാനുള്ള ആ ഇച്ഛ നമുക്കുണ്ടാകണം. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കുമ്പോൾ
ലോകത്തിൻ്റേതായ പല കാര്യങ്ങളും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ദൈവഹിതമാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കേണ്ടതെങ്കിൽ ലോകത്തോട് വിട ചൊല്ലി ലോകത്തിലെ മോഹിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് ഞാൻ എന്നെ നയിക്കുന്ന യേശുവിൻ്റെ പുറകെ പോകും. അവനോടൊപ്പം ആയിരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ എന്തെല്ലാം വേദനകളും വിഷമങ്ങളും വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ പോലും, കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ സഹിച്ചതിൻ്റെ അത്രയൊന്നും ഞാനും സഹിക്കുന്നില്ലല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ആ ദൈവത്തെ അനുഗമിക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറും. നമ്മുടെ ജീവിതവും ഒരു ഉയർപ്പിൻ്റെ ജീവിതമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങൾക്ക് നൽകുന്നു. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നല്ലൊരു ദിവസത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദർശനങ്ങളാലും അടയാളങ്ങളാലും അനുഗ്രഹങ്ങളാലും സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആ മക്കളെ ഓരോരുത്തരെ എത്തിച്ച് തൻ്റേതാക്കി മാറ്റുന്നതിന് നന്ദി പറയാം. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.